ഞായറാഴ്ച എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അന്നേരത്തേക്ക് എനിക്കിന്ന് മീൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ തീയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ തേങ്ങ വറുത്തിട്ട് ഇതുപോലെ കവറിൽ കെട്ടി വീട്ടിൽ ഇത് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ഐസ് കട്ട പോലായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് പെരുംജീരകമില്ലേ, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഇങ്ങനെ എടുക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഉണക്ക കൊഞ്ചൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ എൻ്റെ തലയൊക്കെ ഇങ്ങനെ പിച്ചി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരത്തേക്ക് ബാക്കിയാണെങ്കിൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്താറില്ല കേട്ടോ. ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നേരത്തേക്ക് ഞാൻ പിന്നെ അവനെ അതങ്ങ് ഏൽപ്പിച്ച് ബാക്കി ഇനി അവൻ അവിടെ നിന്ന് ചെയ്തോളല്ലോ. ആ സമയത്ത് ഞാൻ മറ്റേ തീയലിൻ്റെ അരപ്പില്ലേ, അത് ഗ്യാസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഓടിപ്പോയി ഇളക്കാൻ പോകാം. ഞാനാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആദ്യം വിചാരിച്ചതെന്നറിയോ, എന്നെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കുമോ, എൻ്റെ ഫ്രണ്ട്സ് പോലും കാണത്തില്ലെന്നേ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനാണെങ്കിൽ പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ, എൻ്റെ കൂടെ ഫസ്റ്റ് ഇയർ മാത്രമേ ജോളി എന്ന് പറഞ്ഞൊരു കൊച്ചു പഠിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ലായിരുന്നു. ഇൻസ്റ്റയില്ല, ഫേസ്ബുക്കില്ല, ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ഐഡിയ കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അവളാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു വോയിസ് മെസ്സേജ് അയച്ച്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എടാ എനിക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടി, ഈ ഉരുളക്കിഴങ്ങ് പറയുന്ന സാധനത്തിനെ എനിക്ക് കണ്ടുകൂടായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ നിന്റെ വീഡിയോ കണ്ട് എന്ന് വെച്ചാൽ നിന്റെ ആ അരിഞ്ഞ് വെച്ചിരുന്ന ആ മെഴുകുവരട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ സാധനം കണ്ട് എനിക്ക് അതിനോട് ഒരു ടേസ്റ്റ് അല്ല, എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഈ ഒരു സാധനം നീ ആ ചെയ്ത പോലെ ഞാനൊന്ന് ചെയ്ത് നോക്കി. ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. നിന്റെ മെഴുകുവരട്ടി, നിന്റെ വീഡിയോ കണ്ടാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടിയോട് ഇഷ്ടം തോന്നിയത്. എൻ്റെ വീഡിയോ കണ്ട് അതിലെ റെസിപ്പിയൊക്കെ ഒരാളെങ്കിലും പരീക്ഷിച്ച് നോക്കിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അവൾ എന്നോട് സംസാരിച്ചതിന് ഏകദേശം ഒരു 13 വർഷം അത്രയൊക്കെ ആയി ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് തന്നെ കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് അവൾ എന്നോട് സംസാരിച്ചല്ലോ. അങ്ങനെ ബാക്കി അവിടെ ഇരുന്ന് കൊഞ്ചിൻ്റെ തല പിച്ചുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് എണ്ണക്കത്തിൽ വാട്ടിയെടുക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതും കൂടെ ഒന്ന് വേകാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നു. അന്നേരത്തേക്ക് കൊഞ്ചിൻ്റെ തലയെല്ലാം പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതും കൂടെ നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഷ്ണമെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് മുമ്പേ വറുത്ത് വെച്ച് തേങ്ങയില്ല, അത് നല്ല പേസ്റ്റ് പോലെ നരച്ചിട്ട് അതും കൂടെ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. തീയലെല്ലാം അവിടെ നിന്ന് വേട്ടെ. ആ സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചോറിനുള്ള അരിയും കൂടെ അങ്ങ് അടുപ്പിലോട്ട് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ തീയലും വെന്ത് ചോറും വെന്ത് നല്ല ടേസ്റ്റുള്ള തീയലായിരുന്നു. ഈ ഉണക്കക്കൊഞ്ചിടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. അങ്ങനെ തീയലും കുറച്ച് കാന്താരിമുളക് അച്ചാറും കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് രണ്ടിനും കൂടെ.